ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ക്വാസി കോൺട്രാക്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. Quasi contracts. Quasi contracts are certain relations or obligations resembling those created by contracts. Under certain special circumstances, law itself creates certain contractual relationship between the parties who never intend to enter into contract. Such obligations imposed by law are called quasi contracts or constructive contracts. Quasi contracts നമ്മൾ constructive contracts എന്ന് കൂടി പറയുന്നുണ്ട്. ഈ quasi contracts എന്ന് വെച്ചാൽ പാർട്ടീസിന് യാതൊരു താല്പര്യവുമില്ലാതെ തന്നെ നിയമം അവരിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുക. പാർട്ടീസിൻ്റെ ഇൻറ്റൻഷൻ ഇല്ലാതെ തന്നെ, പാർട്ടീസിന് താല്പര്യമില്ലാതെ തന്നെ ലോ ക്രിയേറ്റ് ചെയ്യുന്ന, ലോ അവരിൽ ഇമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. പാർട്ടീസിന് താല്പര്യമില്ലാതെ തന്നെ ആ പാർട്ടീസിൽ ഒരു കോൺട്രാക്റ്റ് റിലേഷൻഷിപ്പ് എന്താണ്, ലോ ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാസി കോൺട്രാക്ട്സ് certain relations or obligations resembling those created by contracts. എന്താണ്, ലോ ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റ് ആണ്, പാർട്ടീസിന് താല്പര്യം ഇല്ലാതെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കോൺട്രാക്റ്റ് ആണ് ക്വാസി കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ഇനി നോക്കാം. എ ക്വാസി കോൺട്രാക്ട് is based on the doctrine of unjust enrichment, which means that a person shall not be allowed to enrich himself unjustly at the expense of another. If a person has enjoyed the benefit of a service or certain things, he should pay for it. അതായത് ക്വാസി കോൺട്രാക്റ്റ് ബേസ് ചെയ്തിരിക്കുന്നത് ഡോക്ട്രിൻ ഓഫ് അൺജസ്റ്റ് എൻറിച്ച്മെൻറ്റ് എന്നുള്ളൊരു എന്താണ് ഡോക്ട്രിൻ്റെ പുറത്താണ്. അപ്പോൾ ഈ ഡോക്ട്രിൻ ഓഫ് അൺജസ്റ്റ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ചിലവിൽ ഒരാളെയും നന്നാവാൻ അനുവദിക്കില്ല എന്നുള്ള പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് ക്വാസി കോൺട്രാക്റ്റ് പ്രവർത്തിക്കുന്നത്. ഒരാളുടെ ചിലവിൽ നന്നാവാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ ഒരാളെയും മറ്റൊരാളുടെ ചിലവിൽ നന്നാവാൻ അനുവദിക്കില്ല എന്നുള്ള പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് ക്വാസി കോൺട്രാക്റ്റ് പ്രവർത്തിക്കുന്നത്. എ പേഴ്സൺ ഷാൽ നോട്ട് ബി അലൗഡ് ടു എൻറിച്ച് ഹിംസെൽഫ് അൺജസ്റ്റ്ലി അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അനദർ. മറ്റൊരാളുടെ ചിലവിൽ ഒരാളെയും നന്നാവാൻ അനുവദിക്കില്ല എന്നുള്ള പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് ക്വാസി കോൺട്രാക്റ്റ് പ്രവർത്തിക്കുന്നത്. ഇഫ് എ പേഴ്സൺ ഹാസ് എൻജോയ്ഡ് ദ ബെനിഫിറ്റ് ഓഫ് എ സർവീസ് ഓർ സർട്ടൻ തിങ്, ഹി ഷുഡ് പേ ഫോർ ഇറ്റ്. ഒരു വ്യക്തി എന്തെങ്കിലും ബെനിഫിറ്റ് മറ്റൊരു വ്യക്തിയിൽ നിന്ന് അനുഭവിക്കുകയാണെങ്കിൽ അതിന് അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം, ഹി ഷുഡ് പേ ഫോർ ഇറ്റ്, എന്ത് ചെയ്തിരിക്കണം, പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. അതായത് വെറുതെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അതിനെന്ത് ചെയ്യണം, പൈസ കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അതിന് വേണ്ട പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. അപ്പോൾ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, പാർട്ടീസിന് താല്പര്യമില്ലാതെ തന്നെ അവരിലൊരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് നിയമം ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുക. അതായത് നമുക്ക് അവിടെ ഒരു കോൺട്രാക്റ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുവാണ് എന്താണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ക്വാസി കോൺട്രാക്റ്റിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ വഴിയിൽ നിന്നൊരു പേഴ്സ് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ആ പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ എടുക്കാതെ പോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കയ്യിലെടുക്കാം. എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ ഓണറും ഈ പേഴ്സ് കളഞ്ഞ് കിട്ടുന്ന വ്യക്തിയും തമ്മിൽ അവിടെ ഒരു കോൺട്രാക്റ്റ് രൂപപ്പെടുവാണ്. കോൺട്രാക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ പേഴ്സിൻ്റെ യഥാർത്ഥ ഉടമേനെ കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഉണ്ടാകുന്ന കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്താണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ ഇതൊരു ക്വാസി കോൺട്രാക്റ്റ് ആണ്. പാർട്ടീസിന് താല്പര്യമില്ലാതെ തന്നെ അവർ കോൺട്രാക്റ്റിലോട്ട് എന്താണ് നിയമം കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി കൈൻഡ്സ് ഓഫ് ക്വാസി കോൺട്രാക്റ്റ് ആണ്, അല്ലെങ്കിൽ ക്വാസി കോൺട്രാക്റ്റിൻ്റെ ടൈപ്സ്. അതിൽ 5 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ക്ലെയിംസ് ഫോർ നെസസറി സപ്ലൈ ടു എ പേഴ്സൺസ് ഇൻകേപ്പബിൾ ഓഫ് കോൺട്രാക്ടിങ്. ഇഫ് എ പേഴ്സൺ സപ്ലൈസ് നെസസറീസ് ഓഫ് ലൈഫ് ടു അനദർ ഹു ഈസ് ഇൻകോമ്പിറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു വാലിഡ് കോൺട്രാക്ട്സ്, ഹി ക്യാൻ ക്ലെയിം ദ എമൗണ്ട് ഫ്രം ദ പ്രോപ്പർട്ടി ഓഫ് സച്ച് ഇൻകോമ്പിറ്റൻറ്റ് പേഴ്സൺ. അതായത് നമ്മൾ ഈ പൊതുവെ ഇൻകേപ്പബിൾ അല്ലെങ്കിൽ ഇൻകോമ്പിറ്റൻ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു തോന്നും മൈനറും അതേപോലെ ഒന്ന് അൺസൗണ്ട് മൈൻഡ് പേഴ്സണെയാണ്. അപ്പോൾ മൈനറിൻ്റെയോ അല്ലെങ്കിൽ അൺസൗണ്ട് പേഴ്സൻ്റെയോ കേസിൽ അവർക്ക് എന്തെങ്കിലും നെസസറീസ്, അത്യാവശ്യ സാധനങ്ങൾ എന്താണ്, ഒരു എമർജൻസി സിറ്റുവേഷനിൽ അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ, ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുശേഷം
അതിൻ്റെ തുക അവരുടെ പ്രോപ്പർട്ടി, അതായത് മൈനർക്കാണ് ഇപ്പോൾ സപ്ലൈ ചെയ്തതെങ്കിൽ മൈനറിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ആ ഒരു തുക ഈടാക്കാൻ വേണ്ടി പറ്റും. അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ ആണെങ്കിൽ അൺസൗണ്ട് മൈൻഡ് പേഴ്സൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ആ ഒരു തുക ഈടാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ എക്സാമ്പിൾ പറയുന്നത് നോക്കാം. എ സപ്ലൈസ് ബി എ ലുനാറ്റിക് certain foodstuff. A is entitled to be reimbursed from B's property. എ എന്ത് ചെയ്യുന്നു? ലുനാറ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ് ബി. അയാൾക്ക് എന്ത് ചെയ്യുന്നു? ഫുഡ് കൊടുക്കുന്നു. അതിനുശേഷം എക്ക് എന്ത് ചെയ്യാം? ബിയുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് അതിൻ്റെ പൈസ എന്ത് ചെയ്യാം? ഈടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ക്ലെയിം ഫോർ നെസസറി സപ്ലൈ ടു എ പേഴ്സൺസ് ഇൻകേപ്പബിൾ ഓഫ് കോൺട്രാക്ടിങ്. ശരിക്കും ഈ ഒരു ലോ അല്ലെങ്കിൽ ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ക്വാസി കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇത് മൈനറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് പേഴ്സണെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് കൂടിയാണ്. കാരണം ഇല്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യില്ല, ആരും നെസസറീസ് സപ്ലൈ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ നെസസറീസ് ഇവർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രോപ്പർട്ടിയിൽ നിന്നും അതിൻ്റെ തുക ഈടാക്കാൻ ആർക്ക് പറ്റും? സപ്ലൈ ചെയ്യുന്ന വ്യക്തിക്ക് പറ്റും. സെക്കൻഡ് കേസ്, പേയ്മെൻറ്റ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ. A person who is interested in the payment of money which another is bound to pay and who therefore pays it, it is entitled to be reimbursed by the other. ഒരു എക്സാമ്പിൾ നോക്കാം. A is cultivating the land belonging to B as a tenant. B fails to pay taxes due to the government and hence the land is brought for sale by the government for recovery of taxes. Immediately A, the tenant, pays the arrears of taxes on behalf of B and thereby saves the land. In such a case, A is entitled to get the amount reimbursed from B. ഇവിടെ പേയ്മെൻറ്റ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സണിൽ പറയുന്നത്, ഒരു വ്യക്തി എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കാൻ, ഗവൺമെൻറ്റോ മറ്റോ കൊടുക്കാനുണ്ടെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തി ആ പൈസ എന്ത് ചെയ്യാണ്? ഈ രണ്ടാമത്തെ വ്യക്തി, അതിൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തി ആ പൈസ ഗവൺമെൻറ്റിലോട്ട് അടക്കുവാണ്. അതിനുശേഷം എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഗവൺമെൻറ്റിലോട്ട് പൈസ അടച്ച വ്യക്തിക്ക് ആദ്യത്തെ വ്യക്തിയിൽ നിന്ന് ആ പൈസ ഈടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ നമുക്ക് നോക്കാം. എ ബിയുടെ ലാൻഡിൽ ടെനൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ബി എന്ത് ചെയ്യുന്നു വെച്ചാൽ ബി ആണ് ഓണറാണ് അതിൻ്റെ ടാക്സ് അടക്കേണ്ടത്, ഗവൺമെൻറ്റിലോട്ട് ടാക്സ് അടക്കേണ്ടത് ഈ ലാൻഡിൻ്റെ ഓണറായ ബി ആണ്. പക്ഷെ ബി എന്ത് ചെയ്യുന്നില്ല? ടാക്സ് അടക്കുന്നില്ല. അപ്പോൾ ഈ ബിയുടെ ലാൻഡിൻ്റെ ടെനൻ്റ്, വാടകക്കാരനായിട്ടുള്ള എ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ അരിയേഴ്സ് ഓഫ് ടാക്സ് അരിയർ ആയതൊക്കെ, അടക്കാനുള്ളതൊക്കെ ആരടച്ചു? എ അടക്കുവാണ്. എ എന്ന് പറയുന്നത് ബിയുടെ ലാൻഡിൻ്റെ ടെനൻ്റാണ്, വാടകക്കാരൻ മാത്രമാണ്. ഓണർ എന്ന് പറയുന്നത് ബി ആണ്. ബി ആണ് ശരിക്കും അവിടെ ടാക്സ് അടക്കേണ്ടത്. പക്ഷെ പകരം ആരടച്ചു? ബിയുടെ ലാൻഡിൻ്റെ ടെനൻ്റായ എ അടക്കുവാണ് ആ പൈസ. അപ്പോൾ അതിനുശേഷം thereby saves the land. In such a case, A is entitled to get the amount reimbursed from B. എക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പിന്നീട് അതിൻ്റെ ഓണറായ ബിയിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പേയ്മെൻറ്റ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതിൽ ഇൻട്രസ്റ്റിലുള്ളൊരു വ്യക്തി എന്ത് ചെയ്യുന്നു? ആ പൈസ അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അത് ശരിക്കും അടയ്ക്കേണ്ട വ്യക്തിയിൽ നിന്നും ഈ പൈസ അടച്ച വ്യക്തിക്ക് ആ ഒരു എമൗണ്ട് തിരിച്ചു വാങ്ങാൻ വേണ്ടി പറ്റും. ഈ എക്സാമ്പിൾ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പേയ്മെൻറ്റ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞതിൽ ഒരു വ്യക്തി ഗവൺമെൻറ്റിലോട്ട് എന്തെങ്കിലും പൈസ അടക്കാനുണ്ടെങ്കിൽ അതിൽ താല്പര്യമുള്ള മറ്റൊരു വ്യക്തി ആ പൈസ അടക്കുവാണ്. അപ്പോൾ ഈ പൈസ അടച്ച വ്യക്തിക്ക് ആദ്യത്തെ വ്യക്തിയിൽ നിന്നും ആ പൈസ ഈടാക്കാൻ വേണ്ടി പറ്റും. Then third case, obligation of a person enjoying benefit of a non-gratuitous act. Where a person lawfully does anything for another or delivers anything to him, not intending to do so gratuitously, and such other person enjoys the benefit thereof, the latter person is bound to make compensation to the former. For example, a trader leaves certain goods at B's house by mistake. B treats the goods as his own and consumes the same. He is bound to pay the price to A. അതായത് എ എന്ന് പറയുന്ന വ്യക്തി ഒരു ട്രേഡറാണ്. എ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എയുടെ കുറച്ച് ഗുഡ്സ് ബിയുടെ വീട്ടിൽ വെച്ച് മറക്കുവാണ്. ബൈ മിസ്റ്റേക്കാണ്, മറന്നു പോവുകയാണ്. ബി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇത് സ്വന്തം ഗുഡ്സായിട്ട് ട്രീറ്റ് ചെയ്യുകയും അത് യൂസ് ചെയ്യുകയും കൺസ്യൂം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കേസിൽ എന്ത് ചെയ്തു? ഇത് ശരിക്കും ഗ്രാറ്റിഷ്യസ് ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തൊരു ഗുഡ്സ് അല്ല, ബൈ മിസ്റ്റേക്ക് മറന്നു വെച്ചതാണ്. അപ്പോൾ ഇത് നോൺ ഗ്രാറ്റിഷ്യസ് ആക്ട് ആണ്. അപ്പോൾ നോൺ ഗ്രാറ്റിഷ്യസ് എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തതല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? ആ ബെനിഫിറ്റ് അനുഭവിച്ച വ്യക്തി അതിൻ്റെ പൈസ മറ്റേയാൾക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു കേസിൽ ബി
എന്ത് ചെയ്തു, എയുടെ ഗുഡ്സ് സ്വന്തം ഗുഡ്സ് ആണെന്ന് ട്രീറ്റ് ചെയ്യുകയും അത് കൺസ്യൂം ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം, ബി ആർക്ക് ഇതിൻ്റെ പ്രൈസ് കൊടുക്കണം, എക്ക് ഇതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യണം, തിരിച്ച് കൊടുക്കണം. അപ്പോൾ ഒബ്ലിഗേഷൻ ഓഫ് എ പേഴ്സൺസ് എൻജോയിങ് ബെനിഫിറ്റ് ഓഫ് എ നോൺ ഗ്രാറ്റീഷ്യസ് ആക്ട്, ഒരു നോൺ ഗ്രാറ്റീഷ്യസ് ആക്ടിൻ്റെ ബെനിഫിറ്റ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് അനുഭവിച്ച വ്യക്തി എന്താ ചെയ്യുക, അതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുക, അതിൻ്റെ ഓണർക്ക് തിരിച്ച് കൊടുക്കുക. നെക്സ്റ്റ്, റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. ഇത് നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. എ പേഴ്സൺ ഹൂ ഈസ് finds goods belong to another and takes them into the custody of is subject to the same responsibility as a bailee. He must try to find out the real owner of the goods and he should not use the same for his personal use. He should also take necessary steps to preserve the goods. Responsibility of finder of lost goods എന്ന് പറയുമ്പോൾ ഇതിലെ ഫൈൻഡർ, അതായത് നമുക്ക് ഒരു ഗുഡ്സ് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടുന്നു അല്ലെങ്കിൽ വഴിയിൽ നിന്ന് വീണ് കിട്ടുന്നു. അപ്പോൾ വീണ് കിട്ടിക്കഴിഞ്ഞാൽ ഗുഡ്സ് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഒന്നിട്ട് നമുക്ക് ആ ഗുഡ്സ് എടുക്കാതെ പോകാം. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. അതായത് ഒരു ഗുഡ്സ് വഴിയിൽ നിന്ന് കളഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അതെടുക്കുന്ന വ്യക്തിക്ക് ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ. ഇവിടെ ഈ ഫൈൻഡറിന് ഉണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത് ബെയിലിക്ക് ഉണ്ടാവുന്ന അതേ റെസ്പോൺസിബിലിറ്റിയാണ്. ബെയിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അതിൽ ബെയിൽമെൻറ്റിൽ രണ്ട് വ്യക്തികളാണുള്ളത്, ബെയിലറും ബെയിലിയുമാണ്. അവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബെയിലർ ഗുഡ്സ് ബെയിലിക്ക് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ബെയിലിക്ക് ഒരു ഗുഡ്സ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഗുഡ്സ് കൊടുക്കുന്ന വ്യക്തിയാണ് ബെയിലർ. ബെയിലി എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഗുഡ്സ് കിട്ടുന്നത് ആ വ്യക്തിയെ നമ്മൾ ബെയിലി എന്ന് പറയും. അപ്പോൾ ബെയിലിയുടെ പർപ്പസ് കഴിഞ്ഞാൽ ബെയിലി എന്ത് ചെയ്യണം, ഈ ഗുഡ്സ് ബെയിലർക്ക് തന്നെ തിരിച്ച് കൊടുക്കണം. ബെയിലറാണ് അതിൻ്റെ ഓണർ, ബെയിലറുടെ ഗുഡ്സ് ആണ് ബെയിലിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ പർപ്പസ് കഴിഞ്ഞാൽ ബെയിലി എന്ത് ചെയ്യണം, ഈ ഗുഡ്സ് ബെയിലർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഒരു ബെയിലിക്ക് ഉണ്ടാവുന്ന അതേ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഒരു ഫൈൻഡർക്കും ഈ ഒരു കേസിൽ ഉണ്ടാവുന്നത്. ഇനി നോക്കാം, he must try to find out the real owner of the goods and he should not use the same for his personal use. ഇങ്ങനെ വഴിയിൽ നിന്ന് ഒരു ഗുഡ്സ് കളഞ്ഞു കിട്ടുവാണെങ്കിൽ അത് കളഞ്ഞു കിട്ടുന്ന വ്യക്തി എന്ത് ചെയ്യണം, അതിൻ്റെ ട്രൂ ഓണറെ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കണം. അത് സ്വന്തമായിട്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല, അത് സ്വന്തം ഗുഡ്സുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല, മറ്റൊരാൾക്കും അത് ഉപയോഗിക്കാൻ കൊടുക്കാൻ പാടില്ല. എന്ത് ചെയ്യണം, അതിൻ്റെ ട്രൂ ഓണറെ കണ്ടുപിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അയാൾ നടത്തിയിരിക്കണം. He should also take necessary steps to preserve the goods. അതായത് അതിൻ്റെ ട്രൂ ഓണറെ കണ്ടുപിടിക്കുന്നത് വരെ ആ ഗുഡ്സ് പ്രിസർവ് ചെയ്യാനുള്ള എല്ലാ നടപടിയും ആരെടുത്തിരിക്കണം, ഈ ഫൈൻഡർ എടുത്തിരിക്കണം. ഒരു ബെയിലിയുടെ അതേ ഡ്യൂട്ടി തന്നെയാണ് ഫൈൻഡറിനും വരുന്നത്. But he is entitled to receive from the true owner all expenses incurred by him for preserving the goods and finding the true owner. അതായത് ഈ ഒരു ഗുഡ്സ് കിട്ടിയ ശേഷം അതിൻ്റെ ട്രൂ ഓണറെ കണ്ടുപിടിക്കുന്നത് വരെ ഇത് കീപ്പ് ചെയ്യാൻ ഈ ഫൈൻഡറിന് വന്ന എല്ലാ ചിലവുകളും ആരിൽ നിന്ന് വാങ്ങാൻ പറ്റും, ഇതിൻ്റെ ട്രൂ ഓണറിൽ നിന്ന് വാങ്ങാൻ വേണ്ടി പറ്റും. അതായത് ഇതിൻ്റെ ട്രൂ ഓണറെ കണ്ടുപിടിക്കാൻ വന്ന ചിലവും ട്രൂ ഓണറിനെ കണ്ടുപിടിക്കുന്നത് വരെ ഈ ഗുഡ്സ് സൂക്ഷിക്കാൻ വന്ന ചിലവും ആരിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും, അതിൻ്റെ യഥാർത്ഥ ഓണറിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ ആർക്ക് പറ്റും, ഈ ഫൈൻഡറിന് പറ്റും. പിന്നെ പറയുന്നത് he has also a right to sue for any reward offered by the true owner for finding out the goods. അതായത് ഇതിൻ്റെ ട്രൂ ഓണർ ഇത് കണ്ടുകിട്ടുന്നവർക്ക് എന്തെങ്കിലും റിവാർഡ് അല്ലെങ്കിൽ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ഈ ഫൈൻഡറിന് ഉണ്ട്. അതായത് ഈ ഗുഡ്സ് കളഞ്ഞു പോയ ശേഷം ഇത് കണ്ടുകിട്ടുന്നവർക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് അതിൻ്റെ ഓണർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരിതോഷികം സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ റിവാർഡ് കിട്ടാനുള്ള റൈറ്റ് അല്ലെങ്കിൽ റിവാർഡ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ഈ ഫൈൻഡറിന് ഉണ്ട്. ഓക്കെ, പിന്നെ ദ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ക്യാൻ സെൽ ദ ഗുഡ്സ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ. ഇനി ചില കേസിൽ ഈ ഫൈൻഡറിന് എന്ത് ചെയ്യും, ഈ ഗുഡ്സ് വിൽക്കാൻ വേണ്ടി പറ്റും. ആ വിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ് ഇഫ് ദ ട്രൂ ഓണർ ക്യാനോട്ട് ബി ഫൗണ്ടഡ്. ഒരിക്കലും ഇതിൻ്റെ ട്രൂ ഓണറെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഗുഡ്സ് എന്ത് ചെയ്യാം, വിറ്റ് കാശാക്കാം, അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് വിൽക്കാൻ വേണ്ടി പറ്റും. സെക്കൻഡ് കേസ്, when the goods are of a perishable nature. പെട്ടെന്ന് നശിച്ചു പോകുന്ന ഗുഡ്സ് ആണെങ്കിൽ, പെരിഷബിൾ നേച്ചർ ഗുഡ്സ് ആണെങ്കിൽ, പെട്ടെന്ന്
ഇല്ലാതായി പോകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഗുഡ്സ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ അതുപോലത്തെ ഗുഡ്സ് ആണെങ്കിൽ എന്താണ്, അത് നമുക്ക് എന്ത് ചെയ്യാം, സെയിൽ ചെയ്യാം. പിന്നെ പറയുന്നത് when the lawful charges of a finder amounts to 2/3 of the value of the goods found. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ ഗുഡ്സിൻ്റെ വാല്യൂവിനേക്കാൾ 2/3 എമൗണ്ട് എന്താണ്, ലോഫുൾ ചാർജസ്, ഇതിന് വേണ്ടിയിട്ടുള്ള ചാർജ്, അതായത് ട്രൂ ഓണറെ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഈ ഗുഡ്സ് കീപ്പ് ചെയ്യാനുമുള്ള എക്സ്പെൻസ് ഗുഡ്സിൻ്റെ ശരിക്കുള്ള വിലയുടെ 2/3 അധികമാണെങ്കിൽ എന്ത് ചെയ്യണ്ട, നമ്മൾ ഇത് ട്രൂ ഓണറെ കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട, എന്ത് ചെയ്യാം, നമുക്ക് സെയിൽ ചെയ്യാം. അതായത് ട്രൂ ഓണറിനെ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഈ ഗുഡ്സ് കീപ്പ് ചെയ്യാനും നമുക്ക് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ ഫൈൻഡറിന് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ആ ഗുഡ്സിൻ്റെ യഥാർത്ഥ വിലയേക്കാൾ 2/3 അധികമാണ്. ഗുഡ്സിൻ്റെ ശരിക്കുമുള്ള വിലയേക്കാൾ 2/3 അധികമാണ് അതിൽ കീപ്പ് ചെയ്യാനുള്ള എക്സ്പെൻസ് എങ്കിൽ എന്താണ്, ഈ എക്സ്പെൻസ് ഒക്കെ ശരിക്കും ആര് തരേണ്ടതാണ്, ഇതിൻ്റെ യഥാർത്ഥ ഓണർ തരേണ്ടതാണ്. അപ്പോൾ എന്താണ്, ഗുഡ്സിനേക്കാൾ വിലയാണ് ഇത് കീപ്പ് ചെയ്യാനുള്ള എക്സ്പെൻസ് എങ്കിൽ പിന്നീട് അത് ആര് വാങ്ങില്ല, അതിൻ്റെ യഥാർത്ഥ ഓണർ അത് വാങ്ങില്ല. അപ്പോൾ അയാൾക്ക് നഷ്ടമാണ്, ശരിക്കും യഥാർത്ഥ ഓണർക്ക് അത് നഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യാം, നമുക്ക് ഗുഡ്സ് വിൽക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു 3 കേസിലാണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിന് എന്ത് ചെയ്യാം, ഈ ഗുഡ്സ് വിൽക്കാൻ വേണ്ടി പറ്റുക. ലാസ്റ്റ് വൺ ആണ് പേയ്മെൻറ്റ് ബൈ മിസ്റ്റേക്ക് ഓർ കൊയേഷൻ. അക്കോർഡിംഗ് ടു സെക്ഷൻ 72, എ പേഴ്സൺ ടു ഹൂം മണി ഹാസ് ബീൻ പെയ്ഡ് ഓർ എനിത്തിങ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കൊയേഷൻ മസ്റ്റ് റീപേ ഓർ റിട്ടേൺ ഇറ്റ്. അതായത് ഒരു വ്യക്തി എന്താണ്, ഒരു ഗുഡ്സ് ബൈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു ഗുഡ്സ് എന്താണ് മറ്റൊരാളുടെ കൈവശം വരികയാണെങ്കിൽ അയാൾ അതിന് ഒന്നിക്കൽ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് നടത്തണം, അല്ലെങ്കിൽ ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യണം. അതായത് ഒരു വ്യക്തിനെ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ എന്താണ് ബൈ മിസ്റ്റേക്ക് ഒരാളുടെ ഗുഡ്സ് മറ്റൊരാളുടെ കൈവശം വരികയാണെങ്കിൽ ആ ഗുഡ്സ് കൈവശം വന്നാൽ എന്ത് ചെയ്യണം, ആദ്യത്തെ ആൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഓണർക്ക് അതിന് പേയ്മെൻറ്റ് നൽകിയിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ ഗുഡ്സ് റിട്ടേൺ ചെയ്തിരിക്കണം. ഇവിടെ എക്സാമ്പിൾ പറയുന്നത് എ ആൻഡ് ബി ജോയിൻ്റ്ലി ഓ ₹100 ടു സി. അതായത് എയും ബിയും ഒരുമിച്ച് സിയിൽ നിന്ന് 100 രൂപ കടം വാങ്ങാണ്. എ അലോൺ പേയ്സ് ദ എമൗണ്ട് ടു സി ആൻഡ് വിത്തൗട്ട് നോയിങ് ദിസ് ബി ഓൾസോ പേയ്സ് ദ എമൗണ്ട് ടു സി. എ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ 100 രൂപയും സിക്ക് പിന്നീട് തിരിച്ചു കൊടുക്കുകയാണ്. ഇതറിയാതെ ബിയും എന്ത് ചെയ്തു, 100 രൂപ സിക്ക് കൊടുത്തു. അപ്പോൾ സിയുടെ കയ്യിൽ നിന്ന് ആകെ 100 രൂപയെ വാങ്ങിയിട്ടുള്ളൂ, എയും ബിയത്തിന് 200 രൂപ സിക്ക് തിരിച്ചു കൊടുത്തു, അല്ലേ, ബൈ മിസ്റ്റേക്കാണ് പറ്റിയത്. അപ്പോൾ ഈ ഒരു കേസിൽ സി എന്ത് ചെയ്യണം, ഇൻ ദിസ് കേസ് സി ഈസ് ബൗണ്ട് ടു റിട്ടേൺ ദ എമൗണ്ട് ടു ബി ഹു പെയ്ഡ് ദ എമൗണ്ട് ബൈ മിസ്റ്റേക്ക്. ബൈ മിസ്റ്റേക്ക് പേ ചെയ്തത് ആരാണ്, എ പേ ചെയ്തത് അറിയാതെ ബി ഇത് വീണ്ടും പേ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ബിക്ക് ആ ഒരു എമൗണ്ട് 100 രൂപ എന്ത് ചെയ്യണം, റിട്ടേൺ ആയിട്ട് കൊടുക്കണം. എന്ത് ചെയ്യണം, സി ഈ ഒരു 100 രൂപ ബി കൊടുത്ത 100 രൂപ ബിക്ക് തന്നെ തിരിച്ച് കൊടുക്കണം. ഓക്കെ. അപ്പോൾ പേയ്മെൻറ്റ് ബൈ മിസ്റ്റേക്ക് ഓർ കൊയേഷൻ. ബൈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു സാധനം ഗുഡ്സ് കയ്യിൽ വരികയാണെങ്കിൽ അതിന് തിരിച്ച് പേയ്മെൻറ്റ് നടത്തിയിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ ഗുഡ്സ് തന്നെ റിട്ടേൺ ചെയ്തിരിക്കണം. ഇത്രയാണ് ക്വാസി കോൺട്രാക്റ്റിൻ്റെ ടൈപ്സിൽ വരുന്നത്.